ഹായ് ഫ്രണ്ട്സ്, കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് എടുക്കുന്നത്. ഇത് പാർട്ട് 6 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാനനവാസികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സമഗ്ര ശിക്ഷ കേരളം ഇടുക്കി ഇടമലക്കുടി ആദിവാസി കുട്ടികൾക്കായിട്ട് മുതുവൻ ഭാഷയിൽ തയ്യാറാക്കിയ പദ്ധതി. ഇടുക്കി ഇടമലക്കുടി ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പഠിപ്പുറുസി. അവരുടെ ഭാഷയിൽ തന്നെ അവരെ പഠിപ്പിച്ച് പൊതുധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി തിങ്കൾ പദ്ധതിയാണ്. ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ്. ആരാണ് നടപ്പിലാക്കുന്നത്? അമൃത ആശുപത്രിയാണ് നടപ്പിലാക്കുന്നതെന്ന് ഓർക്കുക. ഒരു ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. ആർക്കു വേണ്ടിയുള്ളതാണ്? സമാശ്വാസം പദ്ധതി ആർക്കു വേണ്ടിയുള്ളതാണ്? സംസ്ഥാനത്തെ ആദിവാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് എന്ന് ഓർക്കുക. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം പദ്ധതി. ആർക്കു വേണ്ടിയുള്ളതാണ്? ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതിയാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം എന്ന് ഓർക്കുക. സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം. ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രത്യേക ക്യാമ്പയിൻ്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എന്തിനു വേണ്ടിയുള്ളതാണ്? ലഹരി വിപത്തിനെതിരെ ഉള്ള ക്യാമ്പയിനാണ്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതിന് തുടക്കം കുറിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. ഇതുവരെ പഠിച്ച പദ്ധതികൾ ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം പഠിച്ചത് പഠിപ്പുറുസി പദ്ധതിയാണ്. ഇടുക്കി ഇടമലക്കുടി ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അവരെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് തിങ്കൾ പദ്ധതിയാണ്. അതുപോലെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതി സമാശ്വാസം പദ്ധതിയാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി മാർഗദീപം പദ്ധതിയാണ്. അതുപോലെ ഒരു ക്യാമ്പയിൻ പഠിച്ചു, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അത് ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്ന ക്യാമ്പയിനാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അനന്യം പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആര് നടപ്പിലാക്കുന്നതാണ്? സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ന് ഓർക്കുക. അനന്യം പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതി ഗോത്രജീവിക പദ്ധതിയാണ്. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി. ഡെന്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചേർന്ന് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി അധികൃതർ 2016 ആരംഭിച്ച ദന്ത പരിശോധന മുക്തിയാണ്. 2016 ആരംഭിച്ചതാണ്. ഡെന്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായിട്ട് ചേർന്നിട്ട് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ വേണ്ടി ഹയർ സെക്കൻഡറി അധികൃതർ ആരംഭിച്ചതാണ് എന്ന് ഓർക്കുക. ലഹരി ഉപയോഗം കണ്ടെത്താനാണ് എന്ന് ഓർക്കുക.
ഇനി കെട്ടിടങ്ങളിൽ കൂൾ ഓഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമുള്ള പദ്ധതി കുളിർമ പദ്ധതിയാണ്. ഒന്നുകൂടെ പറയുകയാണ്, ഇടുക്കി ഇടമലക്കുടി ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി പടിപ്പുരസി പദ്ധതിയാണ്. ആർത്തവ ശുചിത്വത്തിലെ അവബോധം തിങ്കൾ പദ്ധതിയാണ്. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം സമാശ്വാസം പദ്ധതിയാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി മാർഗദീപം പദ്ധതിയാണ്. പിന്നെ ഒരു ക്യാമ്പയിൻ പഠിച്ചു, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ലഹരി വിപത്തിനെതിരെയുള്ളതാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്ന പദ്ധതി അനന്യം പദ്ധതിയാണ്. ഡെൻ്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായിട്ട് ചേർന്നിട്ട് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി അധികൃതർ ആരംഭിച്ച ദന്തപരിശോധന മുക്തിയാണ്. പട്ടിക ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഗോത്രജീവിക. അതുപോലെ കെട്ടിടങ്ങളിൽ കൂൾ ഓഫ് റൂഫ് സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കുന്നത് കുളിർമ പദ്ധതിയാണ്.